പിരമിഡിലേക്ക് കയറുകയാണ് ഞങ്ങൾ. സ്വാഗതം എല്ലാവർക്കും. ഈജിപ്തിൽ നിന്നുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വർഗീസ് ആൻഡ് ഏലിയാമ്മ പഞ്ഞിക്കാരൻ. ഞങ്ങളുടെ 47ാമത്തെ വീഡിയോ ആണിത്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോ നഗരമധ്യത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി 20 കിലോമീറ്റർ അകലെ നൈൽ നദിയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഗീസ പട്ടണ പ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന പിരമിഡുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. ഫറവോമാർ കാണപ്പെട്ട ദൈവങ്ങളായിരുന്നു ഈജിപ്തുകാർക്ക്. അവരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ചിരം ജീവിതത്തിന്റെ അടയാളങ്ങൾ, ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി, ഇതെല്ലാമാണ് പിരമിഡുകളുടെ പണിയുടെ പിന്നിലുള്ള പ്രേരണ. യാത്രാമധ്യേ നിർത്തി ആരംഭ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിയാൻ ഞങ്ങളുടെ ഗൈഡ് മിസ്റ്റർ ആലി അവസരം നൽകി. വർഷത്തോളം പഴക്കമുണ്ട് 3 പിരമിഡുകൾക്കും. അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്ന ഖെയോപ്സ് പിരമിഡ്. ഇത് പണിയിപ്പിച്ച ഖൂഫു എന്ന ഫറവോയുടെ പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. 1,00,000 ജോലിക്കാർ 30 വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇതിന്റെ പണി തീർത്തത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഓരോന്നിനും 2500 കിലോഗ്രാം വരെ ഭാരമുള്ള 23 ലക്ഷം പാറക്കല്ലുകൾ ഈ ഒരൊറ്റ പിരമിഡിന്റെ പണിക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചുവട് ഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ നടന്ന് കയറി ഇറങ്ങിയത്. ഖെയോപ്സ് ഫറാവോയുടെ പുത്രനായിരുന്നു ഖെഫ്രൻ ഫറാവോ. അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് ഈ കാണുന്ന ഖെഫ്രൻ പിരമിഡ്. ഉയരക്കൂടുതൽ തോന്നുന്നത് അത് ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഖെഫ്രൻ പിരമിഡിന്റെ അഗ്രം കണ്ടോ? വെളുത്തിരിക്കുന്നു അല്ലേ? പിരമിഡുകൾ ഒക്കെ വെള്ള ലൈംസ്റ്റോൺ കൊണ്ട് അടിമുതൽ മുടിവരെ പൊതിഞ്ഞ സുന്ദര സൗധങ്ങളായിരുന്നു അവയുടെ പണി തീർന്ന കാലത്ത്. കൂടാതെ എല്ലാ പിരമിഡുകൾക്കും പിരമിഡിയോൺ എന്ന് അറിയപ്പെടുന്ന ഒരു തൊപ്പിയും ഉണ്ടായിരുന്നു. പിരമിഡിയോണുകളും ലൈംസ്റ്റോണും നൂറ്റാണ്ടുകളിലൂടെ അധികൃതമായും അനധികൃതമായും അടർത്തിയെടുക്കപ്പെട്ടു, മറ്റു കെട്ടിടപ്പണികൾക്കായി ഉപയോഗിക്കപ്പെട്ടു. അങ്ങനെ പിരമിഡുകൾക്ക് അവയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഇത് ഗീസയിലെ 3ാമത്തെ പിരമിഡാണ്. 61 മീറ്റർ മാത്രം ഉയരമുള്ള മിക്കേറിയോസ് ഫറാവോയുടെ പേരിലുള്ള പിരമിഡ്. പിൽക്കാലത്ത് ഇത് കുറെയെല്ലാം നശിപ്പിക്കപ്പെട്ടു. വിസ്തൃതമായ മരുഭൂമിയിൽ കാത്തുകിടക്കുന്നു ഒട്ടനവധി ഒട്ടകങ്ങൾ കൊടും വെയിലത്ത്. ഇവിടെ വന്നാൽ ഒരു ഒട്ടക സവാരി ആസ്വദിക്കാൻ മടി കാണിക്കരുത്.
ഗ്രീക്ക് പുരാണത്തിൽ തേബൻ നഗരത്തിന്റെ കാവൽക്കാരിയായിരുന്നു സ്ഫിൻക്സ്. ഈജിപ്തിലെ ഈ സ്ഫിൻക്സിനാകട്ടെ പുരുഷ മുഖവും സിംഹത്തിന്റെ ഉടലുമാണ് ഉള്ളത്. ഖെഫ്രൈൻ പിരമിഡിന്റെ മുൻപിലായി കാണപ്പെടുന്നത് കൊണ്ട് സ്ഫിൻക്സ് ഖെഫ്രൈൻ ഫറാവോയെ പ്രതിനിധീകരിക്കുന്നു. ഈജിപ്തുകാരുടെ സൂര്യദേവനെ ഓർമ്മിപ്പിക്കുന്നു. പിരമിഡുകൾക്ക് കാവൽ നിൽക്കുന്നു എന്നെല്ലാം ചരിത്രകാരന്മാർ ഊഹിക്കുന്നു. സ്ഫിൻക്സിന് 4700 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ.